വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് പോപ്പുലർ. കാരണം നമ്മളെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം വേണ്ടത് എവിടെയാ? മതത്തിലാണ്. മതത്തില് രാഷ്ട്രീയത്തിൽ പിന്നെയുണ്ട്. രാഷ്ട്രീയ പാർട്ടിയൊക്കെ നമുക്ക് പിന്നെ മാറിയാൽ ജീവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർട്ടിയൊക്കെ മാറാൻ കുഴപ്പമില്ല, പാർട്ടിക്കാർ കല്യാണം കഴിക്കാം കുഴപ്പമില്ല, ചിലയിടത്ത് പറ്റത്തില്ല, പാർട്ടി മാറിക്കഴിഞ്ഞാൽ ചത്തുപോകും. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതെന്ന് പറഞ്ഞാൽ മതമാണ്. നമ്മളെ ഐഡന്റിറ്റി, നമ്മളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം, സ്വത്വം, എല്ലാ സാധനങ്ങളും കയറി പിടിച്ചിരിക്കുന്നത് പറയാൻ മതമാണ്. അതുകൊണ്ടാണ് ഈ മതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടി വരും. നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും തടയുന്ന ഒരു സാധനമാണ്. ഈ കേരളത്തില് ഒരു മതവിശ്വാസി അല്ല, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ എന്നാൽ ജയിക്കാൻ പറ്റൂ? അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരംഭം തുടങ്ങുക, ഞാനൊരു നിരീശ്വരവാദിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കടകൾ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ മതത്തിൻ്റെതായിട്ടൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ആ കടയിൽ നിന്ന് തന്നെ ആ സാധനം വാങ്ങിക്കൊള്ളൂ. മലപ്പുറത്തൊക്കെ പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു അവിശ്വാസിയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കത്തില്ല, നിങ്ങൾ കുത്തുവാള എടുക്കും എന്ന്. അപ്പം ആ രീതിയിൽ മതം ഒരു ഗോത്രീയമായിട്ടുള്ള ഒരു ആധിപത്യം ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ നിൽക്കാൻ കഴിയുന്നില്ല, ഒരു കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല. ഈ പല ആളുകൾക്കും പലരും പറയാറുണ്ട്, എന്നോട് പറയും എങ്ങനെയാണ് നിങ്ങളുടെ ഓഫീസിലൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഓഫീസിലൊക്കെ വലിയ പ്രശ്നമാണ്, ഇങ്ങനെ മതത്തിൻ്റെ ഒരു വലിയൊരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു ആക്രമണമാണ്, ആധിപത്യമാണെന്ന്. മുതലാളി വിശ്വാസിയും തൊഴിലാളി ഏത്തീസ്റ്റുമായ ഒരു സംഗതിയാണ്. ഞാൻ തിരിച്ചു പറയാണ്, മുതലാളി ഏത്തീസ്റ്റാണ്, തൊഴിലാളികളെല്ലാം വിശ്വാസികളാണ്. എങ്ങനെ ഉണ്ടാവും? ഉപദേശ പെരുമഴയായിരിക്കും തൊഴിലാളികളുടെ. സാറേ ഞങ്ങൾക്ക് നാളെ ആഘോഷമുണ്ട്. ജോബിനെ ബാധിക്കില്ല. ഓഫ് കോഴ്സ് ആണ്. തിരിച്ചാണെങ്കിൽ പോലും രക്ഷയില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളൊരു മുതലാളി, പല ആൾക്കാരും ഈ ഓണ്ടർപ്രന്വേഴ്സ് ആയിട്ടുള്ള ആളുകൾ എത്തീസ്റ്റുകളായിട്ടുണ്ട്. അവരെ തൊഴിലാളികളെല്ലാം ഇങ്ങനെയല്ല, അവരെയൊന്നും ഇത് എടുക്കാൻ പറ്റില്ല. അപ്പം അവർ ഇങ്ങോട്ട് അവരുടെ ആ ഒരു റിലീജിയസിറ്റി ഡിക്റ്റേറ്റ് ചെയ്യും പല കാര്യങ്ങളും. അവിടുത്തെ വഴക്കങ്ങളും ആചാരങ്ങളും ഫെസ്റ്റിവൽസും എല്ലാ സാധനത്തിലും ഈ മതം അവർ ഒരു ചെറുചിരിയോടെ, ഒരു വഷളം ചിരിയോടെ അവർ ഇത് കേട്ടു. അല്ല, മുതലാളി എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുണ്ടോ ഒരു മുതലാളി എത്തീസ്റ്റ് ആയതിൻ്റെ പേരിൽ എൻ്റെ ഓഫീസ് എത്തീസ്റ്റ് ആവുന്നത്? തിരിച്ചു നടക്കാറുണ്ട്.